നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 300 ലൈക്കാണ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോണിയ മൽഹാർ അവർ ന്യൂസിൽ കൂടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അവർക്കുണ്ടായ അനുഭവവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ കേട്ട കാര്യമാണ്. അതായത് ഒരു നടൻ അവരെ കയറി പിടിച്ചെന്നും ഒരു സെറ്റിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പറഞ്ഞിരുന്നു. ആ ഒരു നടൻ ആരാണ്, എന്താണ് എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ ആ ഒരു ഷൂട്ടിംഗ് നടന്ന സ്ഥലവും അവരഭിനയിച്ചത് എവിടെയാണെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം കേട്ടതോടുകൂടി ആരാധകർ ഒരു ഗസ് അങ്ങ് വെച്ചു, അതായത് ഇത് ജയസൂര്യയാണെന്ന്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് പിഗ്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണെന്ന്. എന്തായാലും ജയസൂര്യയുടെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂസിൽ വരെ ചോദിച്ചിരുന്നു അത് ജയസൂര്യയാണോ എന്ന്. അപ്പോഴും അവർ കറക്റ്റായിട്ട് പറയുന്നില്ല ജയസൂര്യ ആണെന്നോ അല്ലെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. സ്റ്റിൽ ഇപ്പോൾ ജയസൂര്യ അല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കുക. അദ്ദേഹം ചെയ്യാത്ത പോലെ കാര്യത്തിന് അദ്ദേഹം ഇപ്പോൾ കുറ്റം ചെയ്ത പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ, കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം കമൻറ്റ് ബോക്സിൻ്റെ അടിയിലെല്ലാം ജയസൂര്യയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ല എങ്കിൽ അവർ തുറന്നു പറയണം, അല്ലെങ്കിൽ ചെയ്ത ആളുടെ പേര് പറയണം. മറ്റൊരാൾ ചെയ്തതിൻ്റെ പേരിൽ വേറൊരാൾ ക്രൂശിക്കപ്പെടുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സോ എല്ലാവരും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ് ആരാണ് എന്നുള്ള കാര്യത്തിൽ. സോ എന്തായാലും പെട്ടെന്നൊരു റിവീൽ ഉണ്ടായിരിക്കണം.